ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് കൂണ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്ന് കഴുകി വൃത്തിയാക്കി ഇതാ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞത് തോരൻ വെക്കാനാണ് കേട്ടോ. അതിനാണ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചത്. അതിന് കുറച്ച് തേങ്ങാക്കൊത്ത്, അരമുറി സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പിടി കുഞ്ഞുള്ളി, ഇത്രയും നമ്മൾ അരിഞ്ഞത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള കടുകും ഇട്ട് കൊടുത്ത് ഒരു വറ്റലമുളകും ചേർത്തിട്ട് ഇനി നമ്മുടെ ഈ കടുകും വറ്റലമുളകും ഒക്കെ കടുകൊക്കെ പൊട്ടി ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരമുറി സവോള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ കുഞ്ഞുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്നും പോകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടിയും കൂടെ, ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കണേ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒരു പിടി തേങ്ങ, ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് ഇതിനെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റോളം ഒന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ കൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ നമ്മളതിന് വീണ്ടും ഒന്നുകൂടി ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് കൂട്ടി വെച്ച് അങ്ങനെ ഒന്നുകൂടെ ഒരു 5-10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ശകലവും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇത് വേവാനുള്ള വെള്ളം കൂണിനകത്ത് നിന്ന് തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം തോരനാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.